സ്പീഡ് ബോട്ടിൽ പോവാം. ഒറ്റ മൈൻഡ്. ഒറ്റ മൈൻഡിൽ കാവടി തുള്ളിപ്പോയ ദൃശ്യമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. 2 റൗണ്ട് വെച്ച് സ്പീഡ് ബോട്ടിൽ പോയതിന് ശേഷം ആ ബോട്ട് ഓടിച്ച ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ആ കിടക്കുന്ന സാധനം, അതായത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം വർത്താണ്, നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പൈസ തിരിച്ചു തരാമെന്ന്. ചേട്ടൻ്റെ അടാർ കോൺഫിഡൻസ് ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ കയറിയൊരു സംഭവമായിരുന്നു ഇത്. സോഫ റൈഡ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞത് കറക്റ്റായിരുന്നു, അതായത് കൊടുത്ത പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു റൈഡായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ റൈഡിൽ ആദ്യം കയറിയത് അരിമോളും ഞാനും ശ്യാംചേട്ടനുമായിരുന്നു. വെള്ളത്തിലിറങ്ങാൻ ഏറ്റവും പേടിയുള്ള ഒരാളാണ് ശ്രദ്ധ. വെള്ളം അലർജിയൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു പേടി വെള്ളത്തിനോട്. പക്ഷേ ഞങ്ങളെല്ലാവരും ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്തു, പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തത് ശ്യാംചേട്ടനായിരുന്നു. അങ്ങനെ മോട്ടിവേഷനൊക്കെ കിട്ടി ഇറങ്ങി. പക്ഷേ ആ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്തെന്നാണ് ശ്രദ്ധ പറഞ്ഞത്. ഇതിനു മുന്നേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ടൂർ പോയിട്ടുണ്ടെങ്കിൽ പോലും ലൈഫിലൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത്രയും നാൾ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പണയിൽക്കടവ് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ റിലാക്സ് ചെയ്ത ആ ഒരു തണുത്ത കാറ്റും ആ ഒരു വെള്ളത്തിൻ്റെ ഭംഗിയും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ ലാസ്റ്റത്തെ ഒരു 4 റൈഡിൽ കണ്ണനെയും കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് സ്പീഡ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ണനെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ പോകുന്ന ഓരോ റൗണ്ട്സും കണ്ണന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. കണ്ണനെ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൊച്ചുകുട്ടിയല്ലേ, അവന് അത്രയും അറിയാനുള്ള ആ ഒരു ഏജ് ആയില്ലല്ലോ. പക്ഷെ വലുതാകുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവൻ ആ ഒരു മൊമെൻ്റൊക്കെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അവിടെ ഒരു ബനാന റൈഡ് ഉണ്ട്, അതിൽ കയറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത്രയേ ഉള്ളൂ പണയിൽക്കടവ് പോയ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.